മുഹമ്മദ് നബീനെ തെറി പറഞ്ഞ ക്രിസ്ത്യൻ പുസ്തകം, ജൂതൻ പുസ്തകം. ഞാൻ ആത്മാർത്ഥമായി ഈ നാട്ടിലെ ജനങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈസാ നബീനെയും മൂസാ നബീനെയും മുസ്ലിങ്ങൾ ചീത്ത പറഞ്ഞ ഒരു കഷ്ണം കടലാസ് ലോകത്തരിച്ചു പെറുക്കിയെടുക്കാൻ അതിന്റെ മുഴുവൻ ചെലവും ഞാൻ എൻ്റെ വീട് വിറ്റ് വഹിക്കും. നിങ്ങൾ തയ്യാറുണ്ടോ? മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് മുസ്ലിം യേശുക്രിസ്തുവിനെ ചീത്ത പറഞ്ഞ നോക്കേ, മനുഷ്യരെ എങ്ങോട്ട് നോക്കി, ഇവിടെ നോക്കി, ഇങ്ങനത്തെ ഒരു കടലാസ് ഈസാ നബീനെ കുറിച്ച് മുസ്ലിങ്ങൾ 1500 വർഷത്തിനിടയിൽ ചീത്ത പറഞ്ഞ ഒരു വാക്ക് ഇന്ന് കൊണ്ടുവരാൻ കഴിയില്ല. കോടിക്കണക്കിന് ഗ്രന്ഥം മുഹമ്മദ് നബീനെ പൂരത്തെറി ക്രിസ്ത്യാനികൾ ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങളെ പറ്റിയാണോ നിങ്ങൾ അസഹിഷ്ണുക്കൾ എന്ന് പറയുന്നത്? ആണോ? ഇത് വല്ലാത്തൊരു സംഭവമല്ലേ സുഹൃത്തുക്കളെ, വല്ലാത്തൊരു സംഭവമല്ലേ സുഹൃത്തുക്കളെ. ഒരിക്കലും അവരാ ലാ നുഫർരിഖ് ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇനി ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഒരു ക്രിസ്ത്യാനി മുഹമ്മദ് നബീനെ അങ്ങനെ പച്ച തെറി പറയുക ഒരു മുസ്ലിമിനോട്, എന്തൊക്കെ തെറി പറഞ്ഞാലും ഈസാ നബീനെ അവൻ ഉദ്ധരിക്കുമ്പോഴേക്ക് മുസ്ലിം എന്ത് പറയും? അലൈഹിസ്സലാത്തു വസ്സലാം. ഓർത്തിട്ടില്ലല്ലേ ഇന്ന് വരെ? അള്ളാന്റെ രക്ഷ ഈസാ നബിക്ക് ഉണ്ടാകട്ടെ എന്ന് അത് പ്രാർത്ഥിക്കേണ്ടവരാ മുസ്ലിങ്ങൾ. മുസ്ലിങ്ങൾ ആരാ? അതായത് യേശു ക്രിസ്തുവിന്റെ അനുയായിയായ ഒരു ജോർജ് പുളിച്ച ചീത്ത മുഹമ്മദ് നബീനെ ഒരു മുസ്ലിമിന്റെ മുഖത്ത് നോക്കി പറയാന്ന് വിചാരിക്കുക. ഇപ്പൊ ഇന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി. ദുബായിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് ഒരു പള്ളിയിലച്ചൻ പറഞ്ഞു കൊടുക്കുകയാണ് അത്രേ, മുഹമ്മദ് നബി വൃത്തികെട്ടവനായിരുന്നു, 9 പെണ്ണുങ്ങളുടെ കൂടെ പുറത്ത ആളാണ്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ വിളിച്ചാൽ ഫോൺ നമ്പർ നിങ്ങൾക്ക് തരും. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, ഒരു ക്രിസ്ത്യാനി അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്ത്, മുഹമ്മദ് നബി പെണ്ണുങ്ങളെ യഥേഷ്ടം ഉപയോഗിച്ച ആളായിരുന്നു. അപ്പൊ ഇന്ന് പോലും ഉണ്ടായ അനുഭവം അതാണ്. എന്നാൽ ലോകത്തെവിടെങ്കിലും ഇനി വേറൊന്നുകൂടി കേൾക്കണം നിങ്ങൾക്ക്. ഈസാ നബീനെ ജൂതന്മാർ പറയുന്നത് എന്താ അറിയോ? ജാരസന്താനം എന്ന്. നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. ജൂതന്മാര് ഈസാ നബീനെ പറ്റി പറയുന്നത് പേച്ച പെണ്ണിന്റെ മോനേന്ന്, നൗദുബില്ല. ക്രിസ്ത്യാനികൾ പറയുന്നതോ പടച്ചോൻ കല്യാണം കഴിച്ചിട്ട് അതിലുണ്ടായ ഒരു കുട്ടിന്ന്. രണ്ടാളും തോന്നിയാസാ പറഞ്ഞു. മുസ്ലിങ്ങളോ മുസ്ലിങ്ങൾ എന്തേ പറഞ്ഞു ഈസാ നബീനെ കുറിച്ച്? അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനീ നബിയ്യാ, ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനീ നബിയ്യാ. അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവിന്റെ റസൂലും പരിശുദ്ധ പ്രവാചകനുമാണ് മഹാനായ ഈസാ നബി. തീർന്നില്ല. ബൈബിളിൽ യേശുക്രിസ്തു കാണിച്ച ഒന്നാമത്തെ അത്ഭുതം എന്താ? കാനായിലെ കല്യാണത്തെ പങ്കെടുത്തോലെ കാട്രായി കുടിപ്പിച്ച് ബോധം കെടുത്തി. ബൈബിളിലെല്ലാം പറയുന്നത്. നേരെ ഖുർആനിൽ ഈസാ നബി കാണിച്ച അത്ഭുതം എന്താ? ഈസാ നബിന്റെ ഉമ്മാനെ പറ്റി ക്രിസ്ത്യാനികൾ തോന്നിയാസം പറഞ്ഞു. യാ ഉഖ്ത ഹാറൂൻ, ഹാറൂന്റെ സഹോദരി ഇങ്ങനെ മ്ലേച്ഛായി പോയല്ലോ എന്ന് പറഞ്ഞപ്പോ ഈസാ നബി തൊട്ടിലിൽ കിടന്ന് എന്ത് പറയാണ്? എന്റെ അമ്മ മറിയം പരിശുദ്ധയാണ്, ഞാൻ അള്ളാന്റെ പ്രവാചകനാണ്. ഖുർആൻ പറയാണ്. അപ്പൊ ഈസാ നബിയെ പരിശുദ്ധപ്പെടുത്തി. ഈസാ നബിയുടെ ഉമ്മാനെ പായസത്തിൽ നിന്ന് നൂല് നീക്കുന്ന മാതിരി ധാർമ്മിക ബോധത്തിന്റെ കവലാളായി അല്ലേ? ജൂതന്മാരെന്താ പറഞ്ഞു? പഴച്ച പെണ്ണെന്ന്. ഖുർആൻ എന്താ പറഞ്ഞത്? ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീ, സ്ത്രീത്വത്തിന്റെ പൂർത്തീകരണം നേടിയ 3 സ്ത്രീകളിൽ ഒന്നാമത്തവൾ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ദൈവിക ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 36-ാമത്തെ വചനം. എന്തെങ്കിലും മനസ്സിലാക്കി ഖുർആനെ കുറിച്ച്? നിങ്ങൾ തയ്യാറാണോ പഠിക്കാൻ? നേരം വെളുക്കേണ്ടിയിരിക്കും ഞങ്ങളിവിടെ. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ ഖുർആനെ കുറിച്ച്? എങ്ങനെ ലോകത്ത് ഇന്നും ജൂതന്മാര് കന്യാമറിയമിനെ കുറിച്ച് പറയുന്നതാ പഴച്ചോള്. ഖുർആനോ ലോകത്ത് സ്ത്രീത്വത്തിന്റെ പൂർണ്ണത, സംസ്കാരത്തിന്റെ പൂർണ്ണത ലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണിനുണ്ട്, അത് ഒന്നാമത്തെ ആള് മറിയം ബീവിയാണ്. ആലോചിച്ചേ, ചിന്തിച്ചേ, നല്ലോണം ആലോചിച്ചേ. അതുകൊണ്ട് ഇസ്ലാം ആധുനിക ലോകത്ത് മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ഗൗരവമായ ചർച്ചക്ക് വരണം. അതിലേറ്റവും പ്രധാനമായ വിഷയം എന്താ? ശുദ്ധമായ ഏകദൈവാരാധന എന്നതാണ്. ഞാനൊരു അല്പം അതൊന്ന് പറഞ്ഞോട്ടെ. ഇസ്ലാം പശുവിനെ ആരാധിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ മതമാണ്. എന്നാൽ പശുവിനെ ആരാധിക്കുന്നവനെ കൊല്ലാൻ മുസ്ലിമിന് അവകാശമുണ്ടോ? പോയിന്റാണ്, ശരിക്കും ചിന്തിക്കണം. പാമ്പിനെ ആരാധിക്കാൻ മുസ്ലിമിന് പാടില്ല. പാമ്പിനെ ആരാധിക്കുന്ന ബാലയന്ത്രനെ തല്ലാൻ അതിന്റെ പേരിൽ മുസ്ലിം അവകാശമുണ്ടോ? ഇല്ല. ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോട് അത് തെറ്റാന്ന് പറയണമെന്ന് ഖുർആൻ പറഞ്ഞു അല്ലേ? അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് എന്ന് വാദിക്കുന്ന ക്രിസ്ത്യാനികളോട് അത് അപകടമാണെന്ന് പറ എന്ന് ഖുർആൻ 18-ാം അധ്യായം 5. പക്ഷേ യേശുക്രിസ്തുവിന്റെ പ്രതിമ വെച്ച് ആരാധിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെയും
അതിന്റെ പേരിൽ മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യില്ല. പശു അള്ളാന്റെ സൃഷ്ടിയാണ്. പക്ഷെ ആ പശുവിനെ ആരാധിക്കുന്ന ഒരു ഹിന്ദുവിനെയും അതിന്റെ പേരിൽ മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യില്ല. ഞാൻ അത്ഭുതത്തോടുകൂടി കണ്ടൊരു കാര്യമുണ്ട്. അതെന്താ നിങ്ങള്, ഞാൻ ഈയിടെ ഒരുപാട് അറബ് രാജ്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ ആ അറബ് രാജ്യങ്ങളിൽ പരലോകത്തെ പറ്റി പറയുന്ന ഏറ്റവും പ്രധാനമായ അറബ് രാജ്യങ്ങളിൽ നമ്മൾ കാണുന്ന പ്രധാനമായ കാര്യം എന്താ? ഇപ്പൊ പന്നി മാംസം ശരിക്കും ചിന്തിക്കണം കേട്ടോ എല്ലാവരും. പന്നി മാംസം ഇസ്ലാം ഹറാമാക്കി. മ്ലേച്ഛ മാംസമാണത് എന്ന് ഖുർആൻ പറഞ്ഞു. എന്നാൽ അറബ് നാടുകളിലെ സൂപ്പർ മാർക്കറ്റുകളിൽ പന്നിയിറച്ചി വരുന്നുണ്ട് നല്ല പാക്കിങ്ങോടെ. അറബ് രാജ്യങ്ങളിൽ മുസ്ലിങ്ങളോട് കഴിക്കരുതെന്ന് അവിടുത്തെ ഖത്തീബുമാര് പറയും. ക്രിസ്ത്യാനികൾ അവിടെ കഴിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ടെർമിനൽ 3-ൽ 5 കിലോ തൂക്കമുള്ള ഒരു പാമ്പ് ആയിട്ട് ഒരാൾ വന്നു. 5 കിലോ തൂക്കമുള്ള ജീവനുള്ള പാമ്പിനെ അയാൾ ഒരു സേഫ്റ്റി ഇതിലൊക്കെ ആക്കി കൊണ്ടുവന്ന് കസ്റ്റംസ് പിടിച്ചു. കസ്റ്റംസ് ബേജാറായി, പേടിച്ചു. അപ്പൊ അദ്ദേഹം പറയും, ദിസ് ഇസ് മൈ ഫുഡ്, ഇതിന്റെ ഭക്ഷണ, ഞാൻ തായ്ലാന്റുകാരനാ, ഇതിന്റെ ഭക്ഷണം, അത് വിട്ടേ പറ്റൂ, എന്റെ ഫുഡാണ്. ഇവിടെ മല്ലിയും മുളകും ഒക്കെ പല്ലും കൊണ്ടുവരുന്നുണ്ട്, ഇതിന്റെ ഫുഡാണ്, അതുകൊണ്ട് ഫുഡാണ്. ആ പാമ്പിനെ ബാലേന്ദ്രൻ വിചാരിക്കണം എന്റെ പാമ്പിനെടാ എന്റെ ദൈവത്തെ കൊണ്ടുപോയി ചുട്ട് തിന്നുന്ന പഹയൻ കൊല്ലടാ അവനെ എന്ന് വിചാരിക്കാൻ പാടില്ല. ഞാനത് നിങ്ങളോട് എന്ത് പറഞ്ഞത്? പന്നി മാംസം ഹറാമാണ് എന്ന് ഖുർആൻ ലോകത്തെ പഠിപ്പിക്കുന്നു. പക്ഷെ ക്രിസ്ത്യാനി പന്നിയിറച്ചി തിന്ന് മോനാരും വെട്ടിക്കൊല്ലാറില്ല. ആ ജാതി വിവരക്കേട് മനുഷ്യർക്ക് ഉണ്ടായിക്കൂടാ. അത് തിരുത്തപ്പെടണം. അത് മനുഷ്യത്വത്തിനെതിരാണ്. അതുകൊണ്ട് ഒന്നാമതായി ഇതിന്റെ ഒക്കെ ഒരു പ്രശ്നം എന്താന്ന് അതും കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. നിങ്ങൾ ചോദിക്കുക ഈ മുസ്ലിമിനോട്, ഈ വിശ്വസിക്കുന്ന അല്ല എന്താ? ഞാൻ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോടാ പറയും, യേശു ക്രിസ്തു എന്താ ചോദിച്ചു നോക്കി. നിങ്ങൾ എല്ലാരും ആലോചിച്ചോ, എല്ലാരും ചിന്തിച്ചോ. ദൈവവിശ്വാസത്തിൽ തോറ്റുപോയവരാ നമ്മൾ പലരും. ദൈവവിശ്വാസത്തിന്റെ കാര്യത്തിൽ തോറ്റുപോയവരാ നമ്മൾ. ഇസ്ലാം ദൈവത്തെ പറ്റി പഠിപ്പിക്കുന്ന ഒരു അധ്യായം, ഒരു ചെറിയ അധ്യായം. ക്രൈസ്തവര് വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സന്നിധാനത്ത്. ക്രൈസ്തവര് വന്നിട്ട് അവർ ചോദിച്ചു, നീ ഏത് പടച്ചോനെ പ്രദാനം ചെയ്യുന്നു? ഞങ്ങൾ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ പറയണം. ഇന്ന് നേരത്തെ ഞാൻ പറഞ്ഞ UAE വിളിച്ച ആ ക്രിസ്തീയ പാതിരിയുടെ സുഹൃത്ത് എന്നോട് പറയാണ്, പോസിറ്റീവ് തിങ്കിങ് ആണ് ക്രൈസ്തവരുടേത്. ദൈവത്തെ കുറിച്ച് നല്ലതേ പറയൂ. നമ്മളിങ്ങനെ, അതായത് ശിക്ഷിക്കും, ദൈവം നിങ്ങളെ ശിക്ഷിക്കും, നരകത്തിലിടും എന്നെന്തിനാ പറയണത്? ദൈവം നല്ലതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, ക്രിസ്ത്യാനികളാണ് ദൈവത്തെക്കുറിച്ച് ഏറ്റവും വലിയ തോന്നിയാസം പറഞ്ഞത്. ദൈവത്തെക്കുറിച്ച് ക്രൈസ്തവർ പറഞ്ഞ പോലൊരു തോന്നിയാസം ഈ മണ്ണിൽ ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് അത് ലളിതമായി പറയാം. കല്യാണം കഴിക്കാത്ത വത്തിക്കാനിലെ പോപ്പ്, നിങ്ങൾ വിചാരിച്ചോളൂ, വത്തിക്കാനിലെ പോപ്പ് ജീവിതത്തിലൊരു പെണ്ണിനെയും തൻ്റെ കിടപ്പറയിലേക്ക് ക്ഷണിക്കാത്ത വത്തിക്കാനിലെ പോപ്പ്, അയാളുടെ അടുത്തേക്ക് ഒരു പെണ്ണ് വരികയാണ് പിറ്റേന്ന് രാവിലെ, ഒരു കുഞ്ഞിനെയും കയ്യിലേന്തി. എന്നിട്ട് പറയണേ ഈ കുട്ടി പോപ്പിൻ്റെതാണ്. വിടുവോ നാട്, വിടുവോ നഗരം? ഒരു വത്തിക്കാനിലെ പോപ്പ് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം അത് നിഷിദ്ധമാക്കി കാണുന്നുവെങ്കിൽ, എന്നിട്ട് ഏതോ ഒരു പെണ്ണ് പ്രസവിച്ചൊരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് വത്തിക്കാനിലേതാണെന്ന് പറയും, വത്തിക്കാന്റെ പോപ്പിന്റെതാണെന്ന് പറഞ്ഞാൽ ക്രൈസ്തവ ലോകം ക്ഷമിക്കുവോ? പടച്ചതമ്പുരാന്റെ പേരിൽ, ലോകത്തിന്റെ നാഥന്റെ പേരിൽ അവനൊരു കുട്ടിയുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ വലിയ തോന്നിയാസം ഈ ഭൂമിയിൽ എന്തുണ്ട്? അത് പറഞ്ഞ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങൾ തല്ലാറുണ്ടോ? ദൈവത്തിന്റെ പേരിൽ ഏറ്റവും വലിയ, വത്തിക്കാനിലെ പോപ്പിന്റെ പേരിൽ ഒരു പെണ്ണ് തെരുവിന്ന് വന്നിട്ട് ഇത് പോപ്പിന്റെ കുട്ടിയെ അടിച്ചോളെ കൊല്ലൂലേ ആ നാട്ടുകാർ അല്ലേ? അപ്പൊ നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിക്കുക, ആരാ ദൈവം? ഞാൻ നിങ്ങളോട് ചോദിക്കണേ, ആരാ ദൈവം? ആരെ ആരാധിക്കേണ്ടത്? എന്തിനാ ആരാധിക്കുന്നത്? ആരാധനക്കർഹനായുള്ളവനാരോ അവനെയാണോ ആരാധിക്കേണ്ടത്? ആണോ? ഞാൻ എന്നെ പോലെ ക്ഷീണവും തളർച്ചയുള്ള ഒരാളെയാണോ ആരാധിക്കേണ്ടത്? ഉദാഹരണം, എന്റെ കിഡ്നി 130 ഗ്രാം ഭാരമാണ്. നമ്മുടെതൊക്കെ ചില്ലറ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായേക്കാം. പൊതുവെ 130 ഗ്രാം ഭാരമാണ് കിഡ്നിക്ക്. സായിബാബക്കും അതേ ഉണ്ടായിട്ടുള്ളൂ. സായിബാബയുടെ 130 ഗ്രാം ഭാരം കിട്ടി കേട് വന്നു, നശ്വി. സായിബാബ അറിഞ്ഞില്ല. വെറുതെ പറയുന്ന വാചകല്ല, സോളിഡ് എവിഡൻസ് വെച്ചു ഹോസ്പിറ്റലിന്റെ ആ ചികിത്സയുടെ ബില്ല് വെച്ച് പറയുന്നു ഞാൻ നിങ്ങളോട്.
130 ഗ്രാം ഭാരമുള്ള കിഡ്നി വീക്കായി പോയി, ലെൻസ് കംപ്ലീറ്റ് കേടുവന്നു. അനാട്ടമി പഠിച്ച പ്രഗത്ഭരായ ഡോക്ടർമാർ പറയാണ് ആന്തരിക അവയവങ്ങളിൽ ഒന്നുപോലും പെർഫെക്റ്റ് ആയിട്ടില്ല, ഒക്കെ കേടുവന്നു. അങ്ങനെ സായിബാബ മരിച്ചു. സ്വശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ കേടുവരുമ്പോൾ പോലും അതിനെ നിയന്ത്രിക്കാനാകാത്ത ഒരാളെ പടച്ചോനാക്കുന്നതിന്റെ അവസ്ഥാവിശേഷം എന്താ മനുഷ്യരെ? നന്നായി ആലോചിക്ക്, നന്നായിട്ട് ചിന്തിക്ക്, നല്ലോണം ആലോചിച്ചോളൂ. പുട്ടപ്പർത്തി പോട്ടെ, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന മാതാ അമൃതാനന്ദമയി അമ്മ, അവരുടെ ആശ്രമത്തിൽ പവിത്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ക്യൂ നിൽക്കുകയാണ്. ആശീർവാദം കൊടുക്കാൻ, അനുഗ്രഹം കിട്ടാൻ ക്യൂ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അരയിൽ കടാര ചിരുകിക്കൊണ്ട് മാതാ അമൃതാനന്ദമയ്യെ കൊല്ലാൻ പവിത്രൻ ക്യൂ നിൽക്കുകയാണ്. ആ ക്യൂ മുന്നോട്ട് നീങ്ങി. ഓരോ ഭക്തർക്കും അവർ അനുഗ്രഹം കൊടുത്തു. ഒരൊക്കെ ഇങ്ങനെ പോയി. അങ്ങനെ ഏറെക്കുറെ അമ്മയുടെ തൊട്ടടുത്തെത്തിയപ്പോ കത്തിയോണ്ട് ചാടി കുത്താൻ നോക്കിയപ്പോ അങ്ങനെ രക്ഷകരിലൂടെ പിടിച്ചോണ്ട് അമ്മ ഒന്നും ജീവിച്ചിരിപ്പുണ്ട്. അതിന്റെ തൊട്ടടുത്ത ആഴ്ചയിൽ പത്രത്തിൽ എന്താ ഉള്ളത്? അവിടെ ആശ്രമത്തിൽ മെറ്റൽ ഡിറ്റക്ടറും ക്യാമറയും ഫിറ്റ് ചെയ്യുന്നു. ഞാൻ ചിന്തിച്ച പോയിന്റ് എന്താ അറിയോ? ആ ക്യൂവിന്റെ ഏറ്റവും ബാക്കിൽ നിൽക്കുമ്പോ അമ്മ ഇവിടുന്ന് എന്ത് പറയേണ്ടിയിരുന്നു? മോനെ പവിത്ര, ഇങ്ങോട്ട് മാറി നിൽക്കൂ, ആരെയിലെ കത്തിയെടുത്തെടു കൊടുക്കൂ, എന്നെ കുത്താൻ വന്നവനല്ലേ നീ എന്നല്ലേ ചോദിക്കണ്ടേ? ചിന്തിക്കുന്നവരാണ് ചോദിക്കണത്. മുഹമ്മദ് നബി നോക്ക് നിങ്ങൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷം കൊടുത്തു, പ്രവാചകൻ കഴിച്ചു. ആ വിഷാംശം വീണ്ടും തേട്ടിയെടുത്തിട്ടാണ് ലോകത്തോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞത്. പച്ച മനുഷ്യരെ ദൈവാക്കുന്നതിന് മാനദണ്ഡം എന്താ? പച്ച മനുഷ്യനെ കാഷ്ടിക്കുന്ന, മൂത്രയിക്കുന്ന, മലദ്വാരമുള്ള, ഉപാപചയ പ്രവർത്തനം നടത്തുന്ന, പ്രഷർ വരുന്ന, ഷുഗർ ബാധിക്കുന്ന, കിഡ്നി വീക്കാകുന്ന, ക്യാൻസർ ബാധിക്കുന്നവരെ ആരാധിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം ഒന്ന് പറഞ്ഞു തരൂ. അതാണോ മോചനം? അതാണോ വിമോചനം? ഇസ്ലാം ലോകത്തോട് പറയുന്നത് എന്താ? ഇസ്ലാമിന്റെ ഗ്രന്ഥം ലോകത്തോട് പറയുന്നത് എന്താ പറയുന്നത്? ഈ ലോകത്തിനൊരു സിട്ടാവുണ്ട് എന്നാ പറയുന്നത്. ഈ ലോകത്തിന് 7 ആകാശം, 7 ഭൂമി, സർവചരാചരങ്ങൾ. ആ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചവനെ പടച്ചോനായിട്ട് കണ്ടുകൂടെ? ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും എല്ലാവരെയും സൃഷ്ടിച്ച ലോകത്തിന്റെ സിട്ടാവിനെ ആരാധിച്ചുകൂടെ? ഇപ്പൊ മഹാനിർവാണ സ്തോത്രം എന്ന് പറയുന്ന ഒരു സ്തോത്രമുണ്ട്. മഹാനിർവാണ സ്തോത്രം അതിൽ പറയുന്നത് എന്താ? ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർതൃപാതൃപ്രഹർതൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപം. എന്താ അതിന്റെ അർത്ഥം? ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം. എന്താ പറയുന്നറിയോ? ഈശ്വര പടച്ചോനെ, എന്റെ പ്രാർത്ഥന മുഴുവനും നിന്നോടാണ്, എന്റെ നേർച്ച വഴിപാടുകൾ മുഴുവനും നാഥ നിന്നോടാണ്. നീ എങ്ങനെയുള്ളവനാണ്? ഒരു പഞ്ചായത്തിന്റെ ദൈവ, ഒരു ഗ്രാമത്തിന്റെ ദൈവ, ഒരു ജില്ലയുടെ ദൈവ അല്ല. ഞാൻ ലളിതമായി പറയാം. ഉള്ളാളം തങ്ങൾ ലണ്ടനിൽ ചെന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, ഉള്ളാളം തങ്ങളെ അറിയോ? എന്താ ചോദ്യോ? ഉള്ളാളം തങ്ങളെ അറിയോ? വാട്ട് ഈസ് ഉള്ളാളോ? വാട്ട് ഈസ് ഉള്ളാളോ? ഏത് ഉള്ളാള്? ലണ്ടനിലുള്ളവൻ എന്ത് ഉള്ളാള്? തങ്ങള് ദക്ഷിണാഫ്രിക്കയിലെ ഏതോ ഒരു പ്രാന്തപ്രദേശത്ത് നിന്നിട്ട് ഗുരുവായൂരപ്പൻ അറിയോന്ന് ചോദിച്ചാൽ ലോക ഭൂപട്ടത്തിലെ സൂചിപ്പെട്ട് പോലെ കിടക്കുന്ന കേരളത്തിന്റെ ഗുരുവായൂരിലെ അപ്പൻ അറിയുന്നത്? ലോകത്തെ ജനങ്ങളെ നിങ്ങൾ ചോദിക്കീൻ, ലോകത്തോട് ഇങ്ങനെ ചോദിക്കീൻ, ഈ ആകാശ സൃഷ്ടിയുടെ പിന്നിൽ ഒരു പടച്ചോനുണ്ടോ? ഈ ഭൂമി സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഒരു നാഥനുണ്ടോ? ഈ കടലിനെ നിയന്ത്രിക്കുന്നതിൽ ഒരു നാഥനുണ്ടോ? ഇസ്ലാം ചോദിച്ചാതാ. ഇസ്ലാമിന്റെ നല്ല മുസ്ലിമിനെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ പറയുന്ന ഒരു വാചകമുണ്ട്. ഖുർആനിലെ 3-ാം അധ്യായം 190, 91, 92 വചനങ്ങൾ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا
റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. മനോഹരമാണ് അതിന്റെ അർത്ഥം. ഒന്ന് കേട്ടെ ബാലചന്ദ്ര, ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിലും രാപ്പകൽ വ്യത്യാസങ്ങളിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. രാവ് എങ്ങനെയാ ഉണ്ടാകുന്നത്, പകൽ എങ്ങനെയാ ഉണ്ടാകുന്നത്? തബാറക്കല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അയ്യദ്ദക്കറ ഔ അറാദ ശുകൂറാ. 25-ാം അധ്യായത്തിൽ 61, 62 രാവങ്ങനെ മാറി വരുന്നുണ്ട് അല്ലേ? നോക്ക് നിങ്ങൾ, സെക്കൻഡുകൾ മിനിറ്റുകളായി, മിനിറ്റുകൾ മണിക്കൂറുകളായി, മണിക്കൂറുകൾ ദിവസങ്ങളായി, ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി കടന്നു പോവുകയാണ്. ആരായി രാവുണ്ടാക്കിയത്? വിശുദ്ധ ഖുർആൻ പറയാണ്, രാവ് പകലിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. എന്നിട്ട് എന്താ പറയണത്? നിന്നും ഇരുന്നും കിടന്നും അവരാലോചിക്കണം. ഈ ഭൂമിയെ നമുക്ക് നിന്നും ഇരുന്നും തിന്നാനാ നേരം. നാക്കാലികൾ തിന്നുന്ന പോലെ തിന്നുക, കൂർക്കം വലിച്ചുറങ്ങുക, സിനിമ കാണുക, കാട്ടായി അടിക്കുക, സംഗീതാസ്വദിക്കുക, കിടക്കുക. പോത്തും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? സാധാരണ നിങ്ങള് ക്ലീനക്സ് കണ്ടിട്ടുണ്ടോ? അറബ് നാട്ടിലൊക്കെ സുലഭമായിട്ട് കാണുന്നതാണ് ക്ലീനക്സ്. ടവലിന് പകരം ആ ക്ലീനക്സ് ബോക്സിൽ നിന്ന് ഇങ്ങനെ വലിക്കും അല്ലെ? കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ. ആ വലിക്കുന്ന സമയത്ത് ഒരു കടലാസ് പൊന്തി ഇങ്ങനെ നിൽക്കും. ഒന്നെടുക്കുമ്പോ ആ സ്ഥാനത്ത് വേറൊരാൾ വന്നു നിൽക്കും അല്ലേ? ശ്രദ്ധിച്ചില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും അതിന്റെ മെസ്സേജ് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ജീവനില്ലാത്ത കടലാസ് എന്താ നമ്മളോട് പറയണേ? ഒരു കടലാസ് ഒരാൾ യൂസ് ചെയ്യാൻ എടുത്താൽ അടുത്ത ആളോട് പറയണം, ബേജാറാണ്ട, ഞാൻ നിനക്ക് വേണ്ടി നിന്നിരണം, എന്നെ യൂസ് ചെയ്തോ, യൂസ് മീ. ഒരു ജീവനില്ലാത്ത കടലാസിന് പോലും ലക്ഷ്യമുണ്ട് മനുഷ്യരെ. ഈ മനുഷ്യകുലത്തെ അല്ലാഹു എന്തിനാ സൃഷ്ടിച്ചത്? തിന്നും കുടിച്ചും ഭോഗിക്കാനോ? നാം പട്ടിയും പോത്തും ഒക്കെ ചെയ്യില്ലേ നമ്മളെക്കാളും? LKG-യിലും UKG-യിലും ഒന്നും പോകാതെ, സ്കൂൾ പഠിക്കാതെ, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാതെ, BBA കോഴ്സും MBA കോഴ്സും പഠിക്കാതെ, എഞ്ചിനീയറിംഗ് പഠിക്കാതെ പോത്തും പന്നിയും കാളയും ഈ ഭൂമിയിൽ ജീവിക്കില്ല സഹോദരിമാരെ. അതാണോ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം? അവിടെ ഇസ്ലാം മനുഷ്യനോട് പറയണേ, നിന്നെ സൃഷ്ടിച്ചൊരു നാഥനുണ്ട്, പഠിച്ചാളാ. ബൈബിൾ പറയാൻ മാത്രം ക്രിസ്ത്യാനികൾ ഈ നാട്ടിലുണ്ട് നീ ഞാൻ വിചാരിക്കണില്ല. പക്ഷെ ഒറ്റ വാചകം, യേശുക്രിസ്തുവിനോട് നിയമജ്ഞന്റെ ചോദ്യം, ഗുരു, സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായതിനു ശേഷം ഗലീലിയായിൽ വന്ന് യേശുക്രിസ്തു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായതിനു ശേഷം യേശുക്രിസ്തു ഗലീലിയായിൽ വന്നിട്ട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ആ പ്രസംഗം ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു നിയമജ്ഞൻ യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? അല്ല ഗുരു, താങ്കൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അയച്ച ദൂതൻ, താങ്കൾക്ക് ലോകത്തോട് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം എന്താണ്? താങ്കൾക്ക് ലോകത്തോട് വിശദീകരിക്കാനുള്ള കാര്യം എന്താണ്? അപ്പൊ യേശുക്രിസ്തു പറയാണ്, ഇസ്രായേലേ കേൾക്ക, ഷെമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. ഷെമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. ഇസ്രായേൽ സമൂഹമേ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ്. നോക്കണേ, യേശുക്രിസ്തു എന്താ പറഞ്ഞ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന മൂന്നാളത്താ അല്ല, നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്. ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം. എന്റെയും നിങ്ങളുടെയും ദൈവം ഒന്നാണ്, അവനെ ആരാധിക്കേണ്ടത്. അപ്പൊ ബൈബിൾ പ്രകാരം ഒറ്റ ദൈവത്തെ ആരാധിക്കാനാണ് യേശുക്രിസ്തു പറഞ്ഞു. പരലോകത്തെ യേശുക്രിസ്തു ഇവരെ നിഷേധിക്കുകയും ചെയ്യും. ക്രിസ്ത്യാനികളോട് പറയും, നിങ്ങളായിട്ട് എനിക്കൊരു ബന്ധമില്ല. ഇന്ന് എന്നോട് ഒരു പള്ളിയിൽ അച്ഛൻ്റെ പ്രസംഗം കേട്ടിട്ട്, സുലൈമാൻ പാസ്റ്റർ എന്നിട്ടൊരു പാസ്റ്റർ ഉണ്ട്, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ? മൊയ്ലിയാരായിരുന്നു. പൈസ കണ്ടപ്പോ കണ്ണഞ്ചു പോയി, കേസ് കണ്ടപ്പോ കണ്ണ് തുർത്തിപ്പോയി, ദാരിമ്യാന്നൊക്കെ മറന്നുപോയി, കുറെ ഇഫ്ല് ചെയ്തൊക്കെ മറന്നുപോയി, പൈസന്റെ പിന്നാലെ പോയി. മൂപ്പര് ചോദിക്കുകയാണ്, ഇത്രേ ഒരു മുസ്ലിം ചെക്കനെ പിടിച്ചിട്ട് വട്ടം കറക്കുക. മൂപ്പര് വട്ടം കറക്കിയിട്ടുകൊണ്ട് ചോദിക്കുകയാണ് രണ്ട് കാര്യം. ഒന്ന്, ഞാൻ ക്രിസ്ത്യാനിയാകാനുള്ള കാരണം. ആര്? ഈ സുലൈമാൻ പാസ്റ്റർ ക്രിസ്ത്യാനിയാകാനുള്ള കാരണം. അയാൾ പറയാണ്,
ഖുർആനിൽ മുഹമ്മദ് നബീനെ കുറിച്ച് 4 വട്ടേ പറഞ്ഞുള്ളൂ. ഈസാ നബീനെ കുറിച്ച് 15-ലധികം തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ മോനോട് പറഞ്ഞു, മോനെ മൂസാ നബീനെ പറ്റി ഏറ്റവും കൂടുതൽ പറഞ്ഞു ഇന്ന് ജൂതനാകുമെന്ന് ചോദിച്ചു. പിന്നെ ഇബ്ലീസിനെ പറ്റി ഈസാ നബീനേക്കാൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഹിസ്ബു ശൈത്താനാകുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഓന് കത്തിയത്. വിവരക്കേട് ഏറ്റുമുട്ടുമ്പോ വലിയ പ്രശ്നം. കുൽ ഹൽ യസ്ബില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമാവോ സുഹൃത്തുക്കളെ? ഈ വിവരം കെട്ടവരെ വട്ടം കറക്കുക. ആ വട്ടം കറക്കൽ ഒരുപാട് കറക്കലുണ്ട്. മിഷണറിമാര് വയനാട്ടിലൊരു സംഭവം ഉണ്ടായി, പറയാതിരിക്കാൻ വയ്യ. മതം അങ്ങനല്ല പ്രചരിപ്പിക്കേണ്ടത്. മതം അങ്ങനെ നേർക്ക് നേരെ വിഷയം അവതരിപ്പിക്കും. അവർ ചെയ്തെന്നറിയോ? സ്കൂൾ പഠിക്കുന്ന മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളെ ടൂറും ഉണ്ടായി വയനാട്ടിലേക്ക്. എന്നിട്ട് ഡ്രൈവറോട് ഈ സിസ്റ്റർ പറഞ്ഞ് അവതരിപ്പിച്ചു കൊടുക്കണത് ചുരത്തിന്റെ ഒരു ഭാഗത്തെത്തുമ്പോൾ വണ്ടി ഓഫാക്കണം. എന്നിട്ട് കുട്ടികളോട് പറയണം വണ്ടി ഓഫായി. എന്നിട്ട് കുട്ടികളോടൊക്കെ പറയണം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ വിളിച്ചോളീ. അപ്പൊ മുസ്ലിം കുട്ടികൾ അല്ലാ ഈ അപകടത്തിന് ഞങ്ങൾ രക്ഷപ്പെടുത്തണേ, ഞങ്ങളുടെ വണ്ടി സ്റ്റാർട്ടാകണേ എന്നൊക്കെ മുസ്ലിം കുട്ടികൾ പറഞ്ഞു. എവിടെ വണ്ടി സ്റ്റാർട്ടായില്ല. ഹൈന്ദവ കുട്ടികളൊക്കെ ശ്രീരാമാ എന്നൊക്കെ വിളിച്ച് വണ്ടി സ്റ്റാർട്ടായില്ല. അവസാനം സിസ്റ്റർ വന്നിട്ട് കുട്ടികളെ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹം പ്രചരിപ്പിച്ച ആളാരാ കുട്ടികളെ? ഈസാ നബി, യേശു ക്രിസ്തു. ഒന്ന് വിളിച്ചു നോക്കിയാണ്. യേശു ക്രിസ്തുയെ എന്ന് വിളിക്കുമ്പോഴേക്ക് വണ്ടി സ്റ്റാർട്ടായി. ഓൻ സ്റ്റാർട്ടാക്കി. ഇങ്ങനെ മതം പ്രചരിപ്പിക്കുന്നവരുണ്ട് ഈ നാട്ടിൽ. അല്പത്തരമേ ഞാൻ അതിനെപ്പറ്റി പറയുള്ളൂ. അത് ആണത്തോടു കൂടി പറയാം, അന്തസ്സായിട്ട് പറയാം. ഞങ്ങൾ ഇവിടെ നിന്ന് പറയണം നിങ്ങളോട്, ഞങ്ങൾക്ക് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല. ഈ പ്രസംഗിച്ച എൻ്റെ ഉള്ളും പുറവും CP സലീം ഖാന്റെ ഉള്ളും പുറവും ഒന്നാ. ഞങ്ങൾ എവിടെയും ജനങ്ങളോട് പറയുന്നതേ പബ്ലിക്കിലും ഞങ്ങൾ പറയും. പുറത്തൊന്ന് വേറെ, ഉള്ളിലൊന്ന് പറയാ. പണി ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അതിന്റെ പേര് നിഫാഖ്. ഓ മുനാഫിക്കൻ, കപടൻ. ആ കപടനാകാൻ ഞങ്ങൾക്ക് വയ്യ. പിന്നെ രണ്ടാമതായി പറഞ്ഞ കാര്യം എന്താ അറിയോ? ഈസാ നബി ഇന്നും മരിച്ചിട്ടില്ലല്ലോ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടില്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളില്ലേ. ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഈസാ നബി എന്തിനാ വരുന്നത്? അറിഞ്ഞൂടാ മോനെ. ഈസാ നബി വരുന്ന ക്രിസ്ത്യാനികളെ ഓലെ തത്വം ശരിയല്ല എന്ന് പറയാനും ഓലെ കുരിശ് തകർക്കാനും ഓലെ പന്നിനെ കൊല്ലാനാണ് ഈസാ നബി വരുന്നത്. അപ്പോഴാ ഓന് കത്തിയേ. പള്ളിയിലച്ഛൻ ഓനോട് എന്താ പറഞ്ഞ്? ഈസാ നബി ലോകത്ത് വരും, അങ്ങനെ മുഹമ്മദ് നബി വരൂലല്ലോ, അതുകൊണ്ട് യേശു ക്രിസ്തു മാനല്ലേ. ഈസാ നബി വരുന്നത് എന്തിനാ? ഈസാ നബി വരുന്നത് കുരിശ് തകർക്കാൻ. ക്രിസ്ത്യാനികളോ പറയാം ഞങ്ങൾ എന്റെ കൂട്ടരല്ല. അതെവിടെയാ പറഞ്ഞ്? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21, 22, 23. പിന്നെ രണ്ടാമതൊരു ചോദ്യം കൂടി ഞാൻ ചെറിയോനോട് ചോദിച്ചു, മോനെ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണോ മേന്മ? എന്നാ അത് ഏറ്റവും അർഹൻ ഇബിലീസാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് 2000 കൊല്ലം മുമ്പ് അള്ളാഹ് ഇബിലീസിനെ സൃഷ്ടിച്ച്. വക്കാന മിനൽ ജിന്നി, ഇബിലീസ് ജിന്ന് വർഗത്തിൽപ്പെട്ടവനായിരുന്നു. ഇത്രയേറെ ആയുസ് നൽകപ്പെട്ട ആരെങ്കിലും ഉണ്ടോ ഭൂമിയിൽ? ഈ ഇബിലീസിനെ പോലെ ഇത്രയേറെ. അതുകൊണ്ട് ഈ ഹിസ്ബു ശൈത്താനാകുമോ? അതൊക്കെ കഴിഞ്ഞു ഫോണ് കട്ടായി. ഇന്നത്തെ കഥയെ പറയുന്നത്. അതൊക്കെ കഴിഞ്ഞു ഫോണ് കട്ടായി. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ചെറിയോൻ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുക, എനിക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം, വല്ല വകുപ്പുണ്ടോ? ഓന് പശ്ചാത്തപിക്കാൻ 5 മിനിറ്റ് സമയം എടുത്ത്. എന്തുകൊണ്ട്? കറക്റ്റ് റീഡിങ്, പെർഫെക്റ്റ് നോളജ്. അതാണ് മതം, പെർഫെക്റ്റ് നോളജ്. ഖുർആനിൽ സൂറത്ത് മുജാദല 58-ാം അധ്യായം 11-ാമത്തെ വചനം. അല്ലാഹു അറിവുള്ളവരെ ഉയർത്തി വിശ്വാസികളെ. ഖുർആൻ ഞങ്ങൾക്ക് ഖുർആനിന് 2-3 വചനങ്ങൾ ദൈവത്തെക്കുറിച്ച് വായിച്ച് കേൾപ്പിച്ചു തരാം. വിശുദ്ധ ഖുർആൻ ദൈവത്തെ പറ്റി പരിചയം. ഇന്ന് നിങ്ങൾ നോക്ക്, അത് വർഗീയാണോ, അത് വിഭാഗീയാണോ, അത് സങ്കുയത്താണോ, ഒരു തരം ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു തരം മുരട്ടുവാദമാണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചോളൂ. ഞാൻ നിങ്ങൾക്ക് 2-3 കാര്യങ്ങൾ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഖുർആൻ സ്ഥിര പരിചയമുള്ള യാ അയ്യുഹന്നാസ്, ഖുർആന്റെ 2-ാം അധ്യായം 21-ാമത്തെ വചനം പറയും, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ. 715 കോടി ജനങ്ങളെയും വിളിച്ചിട്ട് ഖുർആൻ പറയാണ്, നിങ്ങൾ ആരാധിക്കണം, റബ്ബക്കും, നിങ്ങളുടെ പരിപാലകനെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച 715 കോടി മനുഷ്യരെയും അതിന് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നാഥനെ നിങ്ങൾ ആരാധിക്കണം. തീർന്നില്ല എങ്കിൽ നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടിയാണിത്. എന്നിട്ട് പറയാണ്, ആരാങ്ങളെ ദൈവം? അല്ലദീ, എങ്ങനെയുള്ളവനാ? അവൻ ഒരുവനാണ്. ജഅലലകുമുൽ ഫിറാശ, ഈ ഭൂമിയെ, ഉരുണ്ട ഗോളത്തെ, സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ഗോളത്തെ, അതേ ഈ ഗോളം, വകുല്ലും ഫീ ഫലഖി യസ്ബഹൂൻ, അതിന്റെ ഭ്രമണമണ്ഡലങ്ങളിൽ റൗണ്ടിൽ അത് കറങ്ങിക്കൊണ്ടേ പോകുന്നു എന്ന് ഖുർആൻ. അതുകൊണ്ട് ഭൂമി ഉരുണ്ടതാണ്. ആ ഉരുണ്ട ഗോളത്തെ പരത്തി വിധാനിച്ചെന്നു. 2
വീലർ ഓടിക്കാൻ, 4 വീലർ ഓടിക്കാൻ, വിമാന ട്രാക്ക് ഒരുക്കാൻ, കളിയുടെ പിച്ചൊരുക്കാൻ, ഒരു മൈതാനം ഉണ്ടാക്കാൻ, ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ പറ്റിയ വിധത്തിൽ സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നവൻ ഈശ്വരൻ. അപ്പൊ ശ്രീരാമൻ ദൈവാണോ? ശ്രീകൃഷ്ണൻ ദൈവാണോ? മുഹമ്മദ് നബി ദൈവാണോ? ഈസാ നബി ദൈവാണോ? പിശാരിക്കാവലമ്മ ദൈവാണോ? കാരണം അവരൊക്കെ വരുന്നതിന് മുമ്പേ ഭൂമിയുണ്ട്, അവരൊക്കെ വരുന്നതിന് മുമ്പേ ആകാശമുണ്ട്, അവരൊക്കെ വരുന്നതിന് മുമ്പേ ചന്ദ്രനുണ്ട്. തീർന്നില്ല. അടുത്ത വാചകം ശ്രദ്ധിക്ക്. ആകാശത്തെ മേൽക്കൂരയാക്കിയവൻ 2000 മുതൽ 3000 വരെ ആംസ്ട്രോങ് തരംഗദൈർഘ്യമുള്ള അൾട്രാ വയലറ്റ് രശ്മികളും കോസ്മിക് രശ്മികളും നിങ്ങളുടെ സ്കിന്നിൽ പതിക്കാതിരിക്കാൻ ഓസോൺ ലെയറിനെ സുരക്ഷിതമായ മേൽക്കൂരയാക്കിയവൻ. തീർന്നില്ല. പിന്നെയോ ആകാശത്തിന്റെ കാർമേഘ കീറുകളിൽ നിന്ന്, ഘനീഭവിച്ച കാർമേഘ കീറുകളിൽ നിന്ന് മഴ ചൊരിഞ്ഞു തന്ന്, ആ മഴ ചൊരിഞ്ഞു തന്ന് നിങ്ങൾക്ക് സസ്യങ്ങളെ മുളപ്പിച്ചവൻ. അപ്പൊ പൂന്തോട്ടത്തെ ഉണ്ടാക്കിയവനല്ല. 10 മണി മുല്ലേ കേട്ടില്ലേ? ആ 10 മണി മുല്ലയോട് 10 മണിക്ക് വിടരാൻ പറഞ്ഞതാരാ? 9:58 വിടരാത്ത, 10:10 വിടരാതിരിക്കാത്ത ഷാർപ്പ് 10 മണിക്ക് ഏത് ക്ലോക്കിൽ നോക്കിയാണ് 10 മണി മുല്ല വിടർന്നത്? റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ ജീവികളെയും സൃഷ്ടിച്ച നാഥൻ. അതിന്റെ ജനിതക കോഡുകളിൽ മൊണാർക്ക് ചിത്രശലഭങ്ങൾ, മൊണാർക്ക് ചിത്രശലഭങ്ങളുടെ ദേശാന്തര ഗമനം, അതിന്റെ ജനിതക കോഡുകളിൽ റെക്കോർഡിംഗ് പ്രോഗ്രാം, അതാണ് മൊണാർക്ക് ചിത്രശലഭങ്ങൾ. ആർട്ടിക് ടേൺ, ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് 7000-ലധികം വരുന്ന കിലോമീറ്റർ സഞ്ചരിക്കുന്ന ആർട്ടിക് ടേൺ എന്ന പക്ഷി, ഹീൽ മത്സ്യങ്ങൾ, സർഗാസു തടാകത്തിൽ മുട്ടയിട്ട് ചത്തുപോകുന്ന ഹീൽ മത്സ്യങ്ങൾ. റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഊട്ടി പോയി. ഞാനും എൻ്റെ 2, 3, 4, 5 സുഹൃത്തുക്കളും, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങൾ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചാ, ഊട്ടിയിലെ ഈ പുഷ്പമൊക്കെ കണ്ടിട്ട് ഇത് ശ്രീരാമൻ സൃഷ്ടിച്ച? അപ്പൊ ഹിന്ദു പറഞ്ഞു, എന്ത് പൊട്ടപ്പോയതാടാ ഇജ്ജ് പറയുന്നത്? ശ്രീരാമൻ പന്നീർ പുഷ്പം സൃഷ്ടിച്ചിട്ടുണ്ടോ? ഞാൻ ചേട്ടനോട് ചോദിച്ചു, ക്രിസ്ത്യാനോട്, യേശുക്രിസ്തു സൃഷ്ടിച്ച ജമന്തിക്ക് എന്തൊരു ഭംഗിയില്ലേ? അവന് കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പൊ എന്നോട് പട്ടല്ലേ, യേശുക്രിസ്തു ഉണ്ടോ ജമന്തി നിർമ്മിച്ചിട്ട്? മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു കൂടെ, തലശ്ശേരിക്കാര്, തലശ്ശേരി കോടതി പള്ളിൻ്റെ അടുത്തുള്ളവരോട്. അപ്പൊ ഞാൻ ചോദിച്ചു, മുഹമ്മദ് നബി സൃഷ്ടിച്ച ഈ പുഷ്പത്തിന് എന്തൊരു ഭംഗി? അപ്പോൾ ഓരും ചോദിച്ചു, അങ്ങനെ ഉണ്ടാവോ? എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഏതൊരു പൂന്തോട്ടത്തിൽ ചെന്നാലും ആ പൂവ് മുഴുവനും നിർമ്മിച്ച പടച്ചോനെ, ആ പടച്ചോനെയാണ് മുസ്ലിങ്ങൾ വിളിക്കുന്നത് അല്ലാ, പടച്ചോനെ. അതൊരു പഞ്ചായത്തിന്റെ ദൈവമല്ല. നിങ്ങൾക്ക് പരിശോധിക്കുക, ഖുർആൻ എന്ന അത്ഭുതത്തോടെ, വിശുദ്ധ ഖുർആൻ എന്ന അത്ഭുതത്തിലൂടെ നിങ്ങൾ പരിശോധിച്ചോളി. ഇനി ഖുർആൻ വേറെ ഒരു സ്ഥലത്ത് മനോഹരമായി ഈ വസ്തുത വീണ്ടും വിശദീകരിച്ചു. ദൈവത്തെക്കുറിച്ച് ഇതേ അധ്യായം ദാ കേട്ടോളൂ. അല്ലാഹു അക്ബർ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ വൽഫുൽകി അല്ലതി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ് വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ وبث فيها من كل دابة وتسريف الرياح والسحاب المسحر بين السماء والأرض لآيات لقوم يعقلون. രണ്ടാം അധ്യായം 164-ാമത്തെ വചനം. അതിന്റെ അർത്ഥം ഒന്ന് കേട്ടോളൂ. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറി മാറി വരലും മനുഷ്യർക്ക് ഉപകാരമുള്ള വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലും ആകാശത്ത് നിന്നായും മഴ ചൊരിഞ്ഞു തന്നിട്ട് നിർജീവാവസ്ഥയുടെ ശേഷം അതിന് ജീവൻ നൽകിയതിലും ഭൂമിയിൽ എല്ലാതരം ജന്തുവർഗങ്ങളെയും വ്യാപിപ്പിച്ചതിലും കാട്ടുകളുടെ ഗതിക്രമത്തിലും ആകാശഭൂമികൾക്കിടയിൽ നിയന്ത്രിച്ചു നയിക്കപ്പെടുന്ന മേഘങ്ങളിലും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തവുമുണ്ട്. മനുഷ്യൻ ചിന്തിക്കാത്തതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ. ഇവിടെ ഖുർആൻ ദൈവത്തെ പറ്റി പരിചയപ്പെടുത്തിയ പറഞ്ഞ വാചകങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത്. പടച്ചോനെ ഓർത്തിട്ട് ശരിക്ക് ചിന്തിച്ചിട്ട് ശരിക്ക് പഠിച്ചിട്ട് മനസ്സിലാക്കി ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ, ദൈവത്തെ പറ്റി നമ്മൾ ശരിക്ക് ചിന്തിക്കുമ്പോൾ, ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അജയ്യനായ നാഥനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആരാകണം ആരാധ്യൻ എന്നതിനെ കുറിച്ച് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ, വിശുദ്ധ ഖുർആനിൽ ഉടനീളം ദൈവത്തെ പറ്റി പരിചയപ്പെടുത്തുമ്പോ, ലോകത്തിന്റെ നാഥൻ, പരിശുദ്ധൻ,
ഒരു കുഴപ്പവുമില്ലാത്തവൻ, ഒരു തിന്മയുമില്ലാത്തവൻ, പരമപരിശുദ്ധൻ എന്നൊക്കെ ദൈവത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതിൽ നമ്മൾ ഓരോ കാര്യം സെപ്പറേറ്റ് എടുത്ത് പഠിക്കേണ്ടെങ്കിൽ ഇസ്ലാം, ഇപ്പോൾ ലോകത്ത് വ്യത്യസ്ത മതവിശ്വാസികളുണ്ട്. ആ മതവിശ്വാസികൾ പടച്ചോൻ അവതരിപ്പിക്കുന്നുണ്ട്. ആ പടച്ചോൻ അവതരിപ്പിക്കുന്നതിൽ അവർക്ക് പരാജയമുണ്ട്, അവർക്ക് സംസാരിക്കാൻ പറ്റാത്ത മുഹൂർത്തങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അമേരിക്കയിൽ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ക്രൈസ്തവ പണ്ഡിതനായിരുന്നു ഫില്ലേ. അയാൾ പറയുന്നത് കത്തോലിക്ക സഭയുടെ വിശ്വാസം ട്രിനിറ്റി ആയിരിക്കുന്ന കാലത്തോളം എൻ്റെ വിശ്വാസം അതായിരിക്കും. എനിക്കിന്ന് വരെ അത് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ എന്നെ ചിന്തിക്കുക. ഞാൻ തമാശയായിട്ട് എൻ്റെ ഒരു സുഹൃത്തിനോട്, ഒരു മുസ്ലിം സുഹൃത്തിനോട് കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞു. അതാണ് ഞാൻ ഇതിൽ പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ മാറ്റി വെക്കണം. അതെന്താ? അതായത് ഞാൻ അവനോട് ചോദിച്ചേടാ, ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവനാപര. ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവനാപര. ആ തത്വത്തിനടുത്ത് അടിസ്ഥാനം എന്താ? ബ്രഹ്മം സത്യമാണ്, ജഗത്ത് മിഥ്യയാണ്. ഈ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ എന്താണ്? മിഥ്യയാണ്. ഇതില്ല ഉണ്ട് നിങ്ങൾക്ക് തോന്നുകയാണ്. അതിനെന്താ പറഞ്ഞത് ശങ്കരാചാര്യർ? ഒരു ഇടവഴിയിലൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ ഒരു കയറ് ഇടവഴിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു കയറ് ഇങ്ങനെ പാമ്പിന്റെ മോഡൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ അവിടെ എത്തിയ ഒരാൾ ഹൈ പാമ്പ് എന്നെ പിറകോട്ട് നിന്നു. ടോർച്ച് അടിച്ചു നോക്കിയവൾ മനസ്സിലായി, അയ്യേ കയറായിരുന്നു. ഇതുപോലെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ആകാശമുണ്ട്, ഭൂമിയുണ്ട്, തേക്കുണ്ട്, പ്ലാവുണ്ട്, ഇതൊക്കെ ഉണ്ട് നിങ്ങൾക്ക് തോന്നുകയാണ്. നിങ്ങൾക്ക് ഇൽമ് വന്നാൽ, അറിവ് കിട്ടിയാൽ ഇതൊന്നുമില്ല എന്ന് മനസ്സിലാവും. ഉള്ളതൊന്നും ഇല്ലതല്ല എന്ന് മനസ്സിലാവും. അപ്പൊ മാധ്വാചാര്യൻ ചോദിച്ച് ശങ്കരാചാര്യരോട്, മുസ്ലിം അല്ല, മാധ്വാചാര്യൻ ചോദിച്ചു, ഗുരു കയറ് കണ്ടപ്പോ പാമ്പാന്ന് തോന്നിയല്ലോ, പാമ്പ് എന്നുള്ളൊരു യാതൊരില്ലാത്തോണ്ട് തോന്നിയാണ് ആ തേക്ക് അവിടെ ഉണ്ട്. പിന്നെ കേസ് കൊടുക്കുന്നതിന്റെ പ്രസക്തി എന്താ? ഈ പ്രപഞ്ചത്തിലുള്ളതൊന്നും ഉള്ളതല്ല, വെളിച്ചം വന്നാൽ അതൊക്കെ മാറും. അങ്ങനെ വെളിച്ചം കിട്ടിയ ഒരാളെ പേര് പറയും. അങ്ങനെ വെളിച്ചം കിട്ടിയ ഒരാളെ നമുക്ക് ചിന്തിക്കാനും ഉൾക്കൊള്ളാനും പറ്റാത്തതല്ല മതം. വെരി സിമ്പിൾ. ഈ ആകാശവും ഭൂമി സൃഷ്ടിച്ച പടച്ചോൻ എത്ര ലളിതം. അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും. എത്ര സിമ്പിളായ കാര്യം, എത്ര രസകരമായ കാര്യം ആലോചിച്ചേ. അപ്പൊ വളരെ സിമ്പിളായി ഇസ്ലാം അള്ളാഹിനെ പരിചയ. ബാങ്കിൽ എന്താ പറയണേ? ഒരു മതസമൂഹത്തിനോ ഒരു ജനപദത്തിനോ എതിരല്ല ബാങ്കിൽ എന്താ പറയണേ? അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും